ഇന്ന് ശ്രേഷ്ഠമായിട്ടുള്ള സൂര്യവംശ രാജകുമാരുടെ കഥ പറയുന്ന കൂട്ടത്തിൽ ഹരിചന്ദന്റെ കഥ പൂർണ്ണമായും പറയും. കഥ ഇനി അങ്ങോട്ട് തുടർന്ന് പറയുന്നതിനിടയിൽ ഹരിചന്ദന് നല്ല രാജാവായിരുന്നു അദ്ദേഹം. പക്ഷേ അദ്ദേഹത്തിന് സന്തതികളുണ്ടായില്ല. സന്തതികളുണ്ടാകാൻ വേണ്ടി അദ്ദേഹം വരുണനെ പ്രാർത്ഥിച്ചു. വരുണൻ അദ്ദേഹത്തിന് സന്തതി കൊടുക്കാം എന്ന് ഉറപ്പ് പറഞ്ഞെങ്കിലും അതിൻ്റെ വ്യവസ്ഥയോടുകൂടി സന്തതിയെ കിട്ടിയാൽ തനിക്ക് യാഗം നടത്തി ദാനം ചെയ്യണം എന്ന് വരുണൻ ആവശ്യപ്പെട്ടു. ഒരു സന്തതി ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായും നമുക്ക് ആ സന്തതിയോട് വലിയ സന്തോഷം. ആ സന്തതി വിട്ടുപിരിഞ്ഞ് പോകുന്നത് നമുക്ക് ഓർക്കാനേ സാധ്യമല്ല. അങ്ങനെയല്ലേ ഉണ്ടാവുക. വരുണൻ ഹരിചന്ദന്റെ അടുത്തേക്ക് ഈ സന്തതിക്ക് വേണ്ടി വന്നു. ഹരിചന്ദൻ പറഞ്ഞു, സന്തതി ഉണ്ടായതിലേ ഉള്ളൂ ഭഗവാൻ, നാമകരണം പോലും ചെയ്തിട്ടില്ല. നാമകരണം ചെയ്യാത്ത കുട്ടിയെ യാഗം ചെയ്യാൻ പാടില്ലെന്നല്ലേ വ്യവസ്ഥ. വരുണൻ സംബന്ധിച്ച് തിരിച്ചുപോയി. വീണ്ടും ഏറെക്കാലം കഴിഞ്ഞാൽ വരുണം വന്നു. അപ്പൊ പറഞ്ഞു, അന്നപ്രദർശനം കഴിഞ്ഞിട്ടില്ല, ചോറ് കൊടുക്കാത്ത കുട്ടിയെ ദേവന് കൊടുക്കാൻ പാടില്ല അല്ലെ. നമ്മളാരും ചോറ് കഴിക്കാത്ത കുട്ടികളെ കൊണ്ട് ക്ഷേത്രത്തിനുള്ളിൽ പ്രവേശിക്കാറില്ല. അതുകൊണ്ട് അത് പാടില്ലെന്നല്ലേ വ്യവസ്ഥ. അതുകൊണ്ട് വീണ്ടും പോയിട്ട് വരാൻ പറഞ്ഞു. അങ്ങനെ വീണ്ടും വരുണം പോയി. വരുണം അറിയാം പുത്ര സന്തോഷത്താൽ ഇവൻ തന്നെ വഞ്ചിക്കുകയാണെന്ന് അറിഞ്ഞിട്ടും വരുണം വീണ്ടും പോയി. വരുണം വീണ്ടും വന്നപ്പോൾ പറഞ്ഞു, ചൗളം ചെയ്യാത്ത കുട്ടി എന്തിനു കൊള്ളാം. അതായത് മുടി കളയുക. അത് ചിട്ടയില്ലേ, ഷോഡശാല സംസ്കാരത്തിൽ ഒരു സംസ്കാരമാണ് ചൗളം. അത് ചെയ്യാത്ത കുട്ടിയെ കൊള്ളില്ലല്ലോ യാഗം കൊടുക്കാൻ. അതും കേട്ടു വരണൻ. വീണ്ടും പോയി വരണൻ. അപ്പൊ വരണം പറഞ്ഞു വീണ്ടും ഹരിചന്ദൻ പറഞ്ഞു, പല്ല് മുളയ്ക്കണ്ടേ കുഞ്ഞിന്, പല്ല് മുളയ്ക്കാത്ത കുട്ടിയെ യാഗം ചെയ്യാൻ പാടുണ്ടോ. ഇങ്ങനെ പല രീതിയിൽ പറഞ്ഞ് വരണനെ വീണ്ടും തിരികെ വരുമ്പോ പുത്രന് മനസ്സിലായി തന്നെ യാഗം ചെയ്യാൻ പോവുകയാണ്. അതുകൊണ്ട് പുത്രൻ കാട്ടിലേക്ക് പാലായനം ചെയ്തു. തുടർന്ന് വരുണം വന്നപ്പോ കുട്ടിയെ കൊടുക്കാനില്ലല്ലോ. വരുണൻ ഹരിചന്ദനെ ശപിച്ചു, നിനക്ക് ജലവ്യാധി പിടിച്ചു പോകട്ടെ. ഹരിചന്ദന് ജലം കൊണ്ടുള്ള യോഗമുണ്ടായി. ഈ രോഗദുഃഖത്താൽ വലയുന്ന ഹരിചന്ദനെ രക്ഷിക്കാൻ ആർക്കും സാധിക്കാതിരുന്നപ്പോ തന്റെ കുലഗുരുവായ വസിഷ്ഠനോട് ഹരിചന്ദ്രൻ ചോദിച്ചു, ഗുരുനാഥ, എന്താണ് ഒരു മാർഗം ഇതിൽ രക്ഷപ്പെടാൻ. അദ്ദേഹം പറഞ്ഞു, സ്വന്തമായി സന്തതികളില്ലെങ്കിൽ വില കൊടുത്ത് ഒന്നിനെ വാങ്ങിയാലും അതും സന്തതിയായി കൂട്ടാം. അങ്ങനെ വില കൊടുത്ത് ഒരു സന്തതിയെ വാങ്ങി നിനക്ക് എന്ത് ചെയ്യാം, യാഗം ചെയ്യാം എന്ന് പറഞ്ഞ് നിൽക്കുമ്പോഴാണ് ഒരു ബ്രാഹ്മണന്റെ ഏറെ പുത്രന്മാരിൽ ഒരാളിനെ രാജാവ് ഹരിചന്ദ്രൻ വില കൊടുത്ത് വാങ്ങി തന്നെ യാഗം ചെയ്യാൻ തയ്യാറാകുമ്പോൾ വിശ്വാമിത്ര മഹർഷി എത്തും. നിങ്ങൾ ഈ ചെയ്യുന്നത് ധർമ്മമല്ല. എന്താ കാര്യം? സ്വന്തം കുഞ്ഞിനെ ഇല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കുഞ്ഞിനെ വില കൊടുത്ത് വാങ്ങി യാഗം ചെയ്യാൻ പാടില്ല. കാര്യം അതും ഒരു ജീവനാണ്. അവനും എന്തുണ്ട്, അവന്റെ സ്വന്തം ജീവനിൽ താല്പര്യമുണ്ട്. എല്ലാവർക്കും എന്തിനാണ് കൂടുതൽ താല്പര്യം? അവനവന്റെ ജീവൻ രക്ഷിക്കുന്നതിലാണ്. അതുകൊണ്ട് മരണഭയം അതെല്ലാവർക്കും ഉണ്ട്, ഈ കുഞ്ഞിനും ഉണ്ടാകും. നിങ്ങൾ ചെയ്യുന്നത് ശരിയല്ല. പക്ഷെ വസിഷ്ഠൻ പറയുന്നത് കേട്ടുകൊണ്ട് ഈ ഹരിചന്ദൻ ഈ കുട്ടിയെ യാഗത്തിന് തയ്യാറായി. വസിഷ്ഠൻ ഈ കുഞ്ഞിന് വരുണമന്ത്രം ഉപദേശിച്ചു. ആ വരുണമന്ത്രം ജപിച്ചിട്ട് ഈ കുട്ടി വരുണനെ പ്രാർത്ഥിച്ചു. പിൽക്കാലത്ത് വരുണൻ ഈ കുട്ടിയെ സന്തോഷത്തോടെ ജീവൻ കൊടുത്ത് വെറുതെ വിട്ടു. ഇവിടെ ഒരു ചോദ്യമുണ്ട്. അതായത് കുട്ടിയുടെ അച്ഛന്റെ സ്ഥാനത്ത് നിൽക്കുന്ന ആരാണ്? സൃഷ്ടിക്കപ്പെട്ട ഒരു അച്ഛനുണ്ട് ഈ കുട്ടിയിലെ ഒരാളത്. രണ്ടാമത്തെ ആള് വില കൊടുത്ത് വാങ്ങിയ ഒരാൾ. മൂന്നാമത്തത് തന്റെ ജീവനെ ദാനമായി കൊടുത്ത വരുണൻ. നാലാമത്തത് രക്ഷിക്കാൻ മന്ത്രം പറഞ്ഞു കൊടുത്ത വിശ്വാമിത്രൻ. ആരായിരിക്കും അച്ഛൻ? സൃഷ്ടിക്കപ്പെട്ടത് കൊണ്ട് മാത്രം എന്താവില്ല, സന്തതിയാവില്ല, അച്ഛനാവില്ല. വില കൊടുത്ത് വാങ്ങിയോണ്ടും അച്ഛനാവില്ല. പിന്നെന്താണ്, വരുണൻ എന്തുകൊണ്ട് അച്ഛനാകുന്നില്ല? മന്ത്രം ജപിച്ചാൽ പ്രീതിപ്പെടേണ്ടത് ദേവന്മാരുടെ ധർമ്മമാണ്. അതുകൊണ്ട് വരുണനും പ്രത്യേകിച്ചൊന്നും ചെയ്തില്ല. പക്ഷെ രക്ഷിക്കാൻ മന്ത്രം പറഞ്ഞു കൊടുത്ത ആളാണ് അച്ഛൻ. അപ്പോ സൃഷ്ടി ചെയ്താൽ മാത്രം അച്ഛനാവില്ല, രക്ഷിക്കാൻ സാധിക്കണം. സൃഷ്ടിച്ചാൽ മാത്രം പോരാ, സംരക്ഷിക്കണം. രക്ഷിക്കുന്നവർക്ക് മാത്രമേ എന്തിന് അവകാശമുള്ളൂ? ശിക്ഷിക്കാൻ അവകാശമുള്ളൂ. രക്ഷിച്ചാൽ എന്ത് ചെയ്യാം? ശിക്ഷിക്കാം. രക്ഷിക്കാത്തവരൊരിക്കലും ശിക്ഷിക്കാൻ അവകാശമില്ല. അതുകൊണ്ട് അച്ഛൻ എന്ന പേരിന്റെ വാക്കിന്റെ അർത്ഥം ഇച്ഛയ്ക്കൊത്ത് വളർത്തുന്നവൻ. അച്ഛൻ ആരാണ് എന്നൊരു ചർച്ച. അതിൽ ആരാണ് ഇവിടെ അച്ഛൻ എന്ന് പറയാം? സൃഷ്ടി കൊടുത്തവനല്ല, വില കൊടുത്ത് വാങ്ങിയവനുമല്ല, ദേവനായതുകൊണ്ട് അദ്ദേഹവുമല്ല. പിന്നെന്താ?
രക്ഷിക്കാനുള്ള ഉപായം പറഞ്ഞു കൊടുക്കുന്നവൻ, അവനാണ് അച്ഛൻ. അതുകൊണ്ട് നമ്മുടെ അച്ഛന്മാരൊക്കെ ഇത് മനസ്സിലാക്കുക. സന്തതികൾ ഉണ്ടായാൽ പിന്നെ ആവശ്യമില്ലാത്ത പ്രവർത്തനത്തിന് പോകാതെ പൈസയൊക്കെ കിട്ടിയാൽ കയ്യിൽ കരുതി വെച്ച് കുറച്ചെങ്കിലുമൊക്കെ നമ്മുടെ കാര്യത്തിനും വരുന്ന കാര്യത്തിനൊക്കെ മാറ്റിവെക്കണം. നമ്മളെല്ലാ പൈസ ചിലവാക്കി കളയരുത്. ഒരു 100 രൂപ കിട്ടിയാൽ എന്ത് ചെയ്യണം? ഒരു 20 രൂപയെങ്കിലും അടുത്ത ഭാവി കാലത്തേക്ക് മാറ്റിവെക്കണം. കുട്ടികളൊക്കെ എന്ത് ചെയ്യും? അല്ലെങ്കിൽ അവരൊക്കെ പിച്ചെടുത്ത് ജീവിക്കാൻ പറ്റുമോ? ഇല്ല. 20 രൂപ സ്വന്തം കാര്യത്തിന്, 20 രൂപ സാമൂഹിക കാര്യത്തിന്, 20 രൂപ വീട്ടുകാര്യത്തിന്, 20 രൂപ ദേവ അല്ലെങ്കിൽ ദാനകാര്യത്തിന്, 5-1 മാറ്റിവെച്ചോണം വരുന്ന തലമുറയ്ക്ക് ജീവിക്കാൻ. അല്ലെങ്കിൽ അവർ ചോദിക്കും, നമ്മുടെ അച്ഛനും അമ്മയൊക്കെ തന്നു വെച്ചല്ലേ ജീവിച്ചത്, അപ്പൊ നമുക്ക് കൊടുക്കാനുള്ള ബാധ്യതയുണ്ട്, അതെന്ത് ചെയ്യണം? മാറ്റി വെക്കേണ്ടതുണ്ട്. മനസ്സിലായില്ലേ? നേരെ ഒരിക്കൽ ഹരിചന്ദ്രന്റെ കൊട്ടാരത്തിലേക്ക് ഒരു പന്നി വന്നു. ഉദ്യാനമൊക്കെ കുത്തി ഇളക്കി. എല്ലാവരും നോക്കിയിട്ട് രക്ഷിക്കാൻ സാധിച്ചില്ല, പിടിക്കാൻ സാധിച്ചില്ല. അവസാനം ഹരിചന്ദ്രനോട് പറഞ്ഞു. ഹരിചന്ദ്രൻ അമ്പും വില്ലും ഒക്കെ ആയിട്ട് വന്ന് ഇതിനെ ഹിംസിക്കാൻ നോക്കിയപ്പോൾ ഇത് ഓടി 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 നേരെ കാട്ടിലേക്ക് പ്രവേശിച്ചു. കാട്ടിലേക്ക് ചെന്ന സമയത്ത് കാട്ടിൽ വഴി തെറ്റിപ്പോയി, കാണാൻ സാധിക്കുന്നില്ല. ഏറെ ഉള്ളിലേക്ക് പോയി തിരിച്ചു വരാൻ വഴിയറിയാതെ നിൽക്കുമ്പോ ഈ വിശ്വാമിത്രൻ ഒരു ബ്രാഹ്മണ വേഷത്തിൽ വന്നു. ചോദിച്ചു, എന്തു പറ്റി? രാജാവ് ഹരിചന്ദ്രൻ പറഞ്ഞു, എനിക്ക് കൊട്ടാരത്തിലേക്കുള്ള വഴി അറിയില്ല, വഴി തെറ്റിപ്പോയി, എനിക്ക് വഴി ഒന്ന് കാട്ടിത്തരണം. അതെന്താ കാട്ടിത്തരാമല്ലോ, ഒരു കാര്യം ചെയ്യും, ഈ തീർത്ഥത്തിൽ ഇറങ്ങി ഒന്ന് കുളിച്ച് സന്ധ്യാവന്തനം ചെയ്തോളൂ. സന്ധ്യാവന്തനമൊക്കെ ചെയ്തു വന്നപ്പോ പറഞ്ഞു, വഴിയൊക്കെ കാട്ടിത്തരാം, പക്ഷേ എനിക്കൊരു മകളുണ്ട്, മകളുടെ വേളി സമയമൊക്കെ എത്തി, കല്യാണം കഴിക്കാനൊന്ന് സഹായിക്കണം. അങ്ങ് ചോദിക്കുന്ന എന്ത് വേണമെങ്കിലും തന്നുകൊള്ളാം എന്നൊരു വാക്ക് ഹരിചന്ദ്രൻ കൊടുത്തുപോയി. എന്തുദ്ദേശമാണ് കൊടുത്തത്? ഒരു പെൺകുട്ടിയെ കല്യാണം കഴിക്കുന്ന കാര്യമല്ലേ, എന്ത് ചോദിക്കാനാണ് എന്നുള്ള രീതിയിലാണ് പറയുക. പക്ഷേ കൊടുക്കാമെന്ന് വാക്ക് പറഞ്ഞപ്പോ സന്തോഷം, വഴിയൊക്കെ കാട്ടിക്കൊടുത്തു. രാജപുരന്മാരൊക്കെ വന്നു, ഹരിചന്ദ്രനുമായി കൊട്ടാരത്തിലേക്ക് പോയി. ചെന്ന് കഴിഞ്ഞപ്പോഴാണ്, ഏറെ ദിവസം കഴിഞ്ഞപ്പോൾ ഒരിക്കൽ വിശ്വാമിത്രൻ വീണ്ടും ബ്രാഹ്മണ വേഷത്തിൽ വന്നു. എന്നെ മനസ്സിലായി കാണുമെന്ന് മനസ്സിലായി പരിചയപ്പെട്ടു. മനസ്സിലായി, പറഞ്ഞോളൂ, അങ്ങയ്ക്ക് എന്താ വേണ്ടത്? പറഞ്ഞു, അങ്ങയുടെ രാജ്യവും രാജഭണ്ഡാരവും ഈ ധനവും എല്ലാം എന്ത് ചെയ്യണം? എനിക്ക് നൽകണം. അങ്ങ് വാക്ക് പറഞ്ഞതാണ്, ചോദിക്കുന്നത് എന്തും തന്നുകൊള്ളാം. വിശ്വാമിത്രൻ ഹരിചന്ദ്രന് അപ്പോഴാണ് അപകടം മനസ്സിലായത്. താൻ പറഞ്ഞു പോയല്ലോ, വാക്ക് പാലിക്കാതിരിക്കാൻ സാധ്യമല്ലല്ലോ, കുലത്തിന്റെ ലക്ഷണം മാറിപ്പോകും. സൂര്യകുലത്തിൽ ഒരിക്കലും ആരും എന്ത് ചെയ്തിട്ടില്ല? കള്ളം പറഞ്ഞിട്ടേ ഇല്ല. ധർമ്മികളാണ് എല്ലാവരും, അധർമ്മം ചെയ്യാൻ പാടില്ല. അതുകൊണ്ട് അദ്ദേഹം സന്തോഷത്തോടെ സ്വീകരിച്ചു. പക്ഷെ അവിടെയല്ല, വീണ്ടും ഈ ദാനം വാങ്ങണമെങ്കിൽ അതിന്റെ കൂടെ ഒരു ദക്ഷിണയും കൂടി തരണം. ദാനം സ്വീകരിക്കണമെങ്കിൽ ഒരു ദക്ഷിണ കൂടി തരണം. ഈ ദാനത്തിനൊത്ത ദക്ഷിണ വേണം തരാൻ. അതിന് എന്ത് ചെയ്യണം? ഒരു 2.5 ഭാരം പൊന്നുകൂടി എനിക്ക് തരണം. അതെവിടെ തരും? അപ്പോഴാണ് ഹരിചന്ദ്രൻ ആകെ വിഷമിച്ചു. അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യൂ, ഇതൊക്കെ ഞാൻ തിരിച്ചു നൽകാം, പക്ഷെ നീ അസത്യം പറഞ്ഞു അംഗീകരിക്കണം. നീ അസത്യവാനാണെന്ന് ലോകമൊക്കെ പറയേണ്ടി വരും. ഹരിചന്ദ്രൻ പറഞ്ഞു, വേണ്ട, എന്റെ സ്വന്തമായിട്ടുള്ളത് വിറ്റിട്ട് പോലും ഞാൻ എന്ത് ചെയ്യും? എനിക്ക് ഈ പറഞ്ഞു തരും. ഇനി സ്വന്തമായി നിനക്ക് എന്താ ഉള്ളത്? രാജ്യമൊക്കെ എന്റേതാണ്, ഭണ്ഡാരവും എന്റേതാണ്, നികുതി നിനക്കില്ല. എനിക്കിനി ഉള്ളത് നിന്റെ മകനും ഭാര്യയും നീ മാത്രമാണ്. ഇതിനെ വിറ്റിട്ടാണെങ്കിൽ പോലും അങ്ങക്ക് ഞാൻ ഈ ഭാരം സ്വർണം നൽകും എന്ന് പറഞ്ഞ് ഹരിചന്ദ്രൻ ഭാര്യയെയും കുട്ടിയെയും വിളിച്ചുകൊണ്ട് കാശിയിലെ അടിമച്ചന്തയിലേക്ക് നടന്നു പോകുമ്പോ തന്റെ എല്ലാ ഭൃത്യന്മാരും രാജ കൊട്ടാരത്തിലെ എല്ലാവരും ആ രാജജനങ്ങളും ഒക്കെ ഹരിചന്ദ്രനെ ഒക്കെ കണ്ട് വിഷമിച്ചു. ഈ ബ്രാഹ്മണനെ എല്ലാവരും ശപിച്ചു പറഞ്ഞു, എന്തൊരു ദുഷ്ടനാണ് ഇയാൾ. പോയി നേരെ ചെന്നപ്പോ ഭാര്യയെ വിൽക്കാനുള്ള മനസ്സ് വരുന്നില്ല. പലതവണയും ഭാര്യ പറഞ്ഞു, അങ്ങയുടെ സ്വന്തമായിട്ടുള്ളത് വിറ്റെങ്കിലും എന്നല്ലേ പറഞ്ഞത്? അങ്ങയുടെ സ്വന്തമായിട്ടുള്ളത് ഞാനും ഈ മകനുമാണ്. അങ്ങ് എന്നെ വിറ്റിട്ട് എന്ത് ചെയ്യുക? അയാളുടെ സ്വർണം കൊടുക്കണം. ഹരിചന്ദ്രൻ ദുഃഖമുണ്ടായി മോഹിച്ചു വീണു പലതവണയും. വീണ്ടും ഉണർന്ന ഹരിചന്ദ്രൻ തന്റെ ഭാര്യയുടെ കഴുത്തിൽ കുരുക്കിട്ട് വലിച്ചുകൊണ്ട് കാശിച്ചന്തയിലേക്ക് നടന്നുകൊണ്ട് പറഞ്ഞു, വിൽക്കുവാനുള്ള ഒരു പെണ്ണിനെ 36 ലക്ഷണമുള്ളവൾ എന്ന് പറഞ്ഞ് ഒരു സ്ഥലത്ത് തലകുനിച്ച് മടിശീല ഉയർത്തി വെച്ചിരുന്നു. എല്ലാവരും വന്ന് നോക്കി. സുന്ദരിയായ പെൺകുട്ടിയെ ഒരു ബ്രാഹ്മണൻ വന്ന് തന്റെ വീട്ടിലേക്ക് വീട്ടുപണിക്കായിട്ട് ആ പെൺകുട്ടിയെ വില കൊടുത്തു വാങ്ങി. വിലകളൊക്കെ തന്റെ ആ മടിശീലയിലേക്ക് ഇട്ട് ബ്രാഹ്മണ കുട്ടിയെ മാത്രം, ഭാര്യയെ മാത്രം കൊണ്ടുപോകും. മകൻ കൂടെ ചെന്ന് കരഞ്ഞു. ഭാര്യ പറഞ്ഞു, എന്റെ മകനെയും കൂടി കൊണ്ടുപോകാനാണ് എനിക്ക് അനുവാദം തരണം. അയാൾ പറഞ്ഞു, ഇല്ല, ഇവൻ വീട്ടിൽ വന്നാൽ എനിക്ക് നഷ്ടമല്ലാതെ ഒന്നുമില്ല. ഇവൻ ജോലിയൊന്നും ചെയ്യില്ല. ഇവൻ എന്റെ ആഹാരമൊക്കെ തന്ന് എനിക്ക് ധനനഷ്ടം ഉണ്ടാകും.
അമ്മ പറഞ്ഞു, ഇവൻ കഴിക്കുന്ന ആഹാരത്തിന്റെ ജോലിയും കൂടി ഞാൻ അങ്ങേക്ക് ചെയ്തു തന്നുള്ളൂ, അതുകൊണ്ട് എന്റെ മകനെയും കൂടി കൊണ്ടുപോകാൻ അവസരം തരണം. അവസാനം കൊണ്ടുപോയി. ദൂരേക്ക് തന്റെ മകനും ഭാര്യയും ചെന്ന് മറയുന്നത് ഹരിചന്ദ്രൻ ദുഃഖത്തോടു കൂടി നോക്കുന്നു. ആ സമയത്ത് ആര് വന്നു? വീണ്ടും വിശ്വാമിത്രൻ ബ്രാഹ്മണ വേഷത്തിൽ വന്നു. പറഞ്ഞു, ധനം തരാൻ സമയമായോ? ഉണ്ട്, എടുത്തുകൊള്ളൂ അങ്ങ് ഈ ധനം. ചോദിക്കുന്നുണ്ട് വിശ്വാമിത്രൻ, എവിടുന്ന് കിട്ടി നിനക്ക് ഈ ധനം? പറഞ്ഞു, എന്റെ ഭാര്യയും മകനെയും ഞാൻ വിറ്റു. മഹാപാപി, എനിക്ക് ഈ ധനം വേണ്ട. എന്താ കാര്യം? നീ ഈ മഹാപാപം ചെയ്ത് കിട്ടുന്ന ധനം ഞാൻ സ്വീകരിച്ചാൽ പാപത്തിന്റെ പകുതി ഫലവും കൂടി ഞാൻ കൂടി അനുഭവിക്കേണ്ടി വരും, അല്ലേ? ആരെങ്കിലും എവിടുന്നെങ്കിലൊക്കെ പൈസ കൊടുത്തതിനോ നമ്മുടെ മേടിക്കരുത്. എവിടുന്ന് ഉണ്ടാക്കിയും ചോദിക്കണം. വല്ല ദുഷ്ടത്തരവോ കള്ളത്തരവോ ഒക്കെ ചെയ്തിട്ട് ലക്ഷക്കണക്കിന് രൂപ കൊണ്ടുതരുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷം തോന്നും. അവര് ചെയ്ത ഫലവും കൂടി നമ്മൾ അനുഭവിക്കേണ്ടി വരും, അല്ലേ? ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം, ഈ 4 തരത്തിലാണ് ജീവിതം. ധർമ്മത്തിലൂടെ മാത്രമേ എന്ത് നേടാവൂ? അർത്ഥം നേടാവൂ. അർത്ഥം ധനം. ധനം വേണം ജീവിക്കാൻ, നിവൃത്തിയില്ലാതെ ജീവിക്കാൻ പറ്റില്ല ധനമില്ലാതെ. പക്ഷെ എന്ത് വേണം? ധർമ്മത്തിലൂടെ മാത്രമേ എന്ത് നേടാവൂ? ധനം നേടാവൂ. അല്ലാത്ത ധനമൊന്നും നിലനിൽക്കില്ല. പ്രത്യേകിച്ച് എന്ത് മോഷ്ടിക്കാൻ പാടില്ല? ബ്രഹ്മസ്വം, ദേവസ്വം, ഇത് രണ്ടും മോഷ്ടിക്കരുത്. ദേവന്റെ സ്വത്ത് എന്നാണ് ദേവസ്വത്തിന്റെ അർത്ഥം. ദേവന്റെ സ്വത്ത്, ബ്രഹ്മസ്വം, ബ്രാഹ്മണന്റെ സ്വത്ത്, അതായത് സുകൃതം ചെയ്ത് ഉണ്ടാക്കിയ ധനം, സന്തോഷത്തോടെ സത്യവും ധർമ്മവും അനുഷ്ഠിച്ച് ജോലി ചെയ്ത് ഉണ്ടാക്കിയ ധനം, അതാണ് ബ്രഹ്മസ്വം. അത് എന്ത് ചെയ്യാൻ പാടില്ല? മോഷ്ടിക്കാൻ പാടില്ല. ദേവസ്വം, ഭഗവാന്റെ സ്വത്ത് മോഷ്ടിക്കാൻ പാടില്ല. ഹരിചന്ദ്രനോട് വിശ്വാമിത്രൻ പറയുകയാണ്, നീ മഹാപാപം ചെയ്തുണ്ടാക്കിയ ധനം എനിക്ക് വേണ്ട, പക്ഷെ ഞാൻ സ്വീകരിക്കാം. എന്ത് ചെയ്യണം? ഇതിന് പ്രായശ്ചിത്തം ചെയ്യാൻ ഇനി ഒരു ഭാരം പൊന്നും കൂടി എനിക്ക് തരണം. ഇനി ഇവിടുന്ന് കൊടുക്കും. അതല്ലെങ്കിൽ നീ അസത്യവാനാണെന്ന് പ്രഖ്യാപിക്കേണ്ടി വരും. ഹരിചന്ദ്രൻ പറഞ്ഞു, ഇനി ഞാൻ മാത്രമേ ഉള്ളൂ, എന്റെ ശരീരം മാത്രം, ഇത് അങ്ങേക്ക് എടുക്കാം. നിന്നെ എനിക്കെന്തിനാ? എനിക്ക് നിന്നെ വേണ്ട. അവസാനം ഒരു ശവം ദഹിപ്പിക്കുന്ന ചുടലക്കാടിന് കാവലായി നിൽക്കാനായി ആ ചുടലക്കാട്ടിലെ യജമാനൻ ഹരിചന്ദ്രനെ വില കൊടുത്തു വാങ്ങും. ആ വില കിട്ടുന്ന ധനവും കൂടി വിശ്വാമിത്രനായിട്ടുള്ള ആ ബ്രാഹ്മണന് കൊടുത്ത് അദ്ദേഹം നേരെ ഹരിചന്ദ്രൻ പോയി അവിടെ കാവലായി നിൽക്കുന്നു. ഈ ഭാര്യ പോയ സ്ഥലം നോക്കുമ്പോ നല്ല ജോലിയുണ്ടായ അമ്മയ്ക്ക് പകല് ജോലി ചെയ്യണം. അവസാനം തന്റെ മകൻ പശുവിന് പുല്ലെടുക്കാൻ പോകുമ്പോ സർപ്പം ദംശിച്ച് മരിക്കുന്നു. മകന്റെ ശരീരം കാണാൻ പോകണമെന്ന് പറയുമ്പോ ആ ഗൃഹസ്ഥൻ വിടുന്നില്ല. നീ ഇങ്ങനെ പല അടവുകൾ പറഞ്ഞ് ജോലി ചെയ്യാതിരിക്കാനാണെന്ന് എനിക്കറിയാം, അങ്ങനെയാണെങ്കിൽ നാളെയും കൂടി ചെയ്യേണ്ട ജോലി തീർത്തു വെച്ചിട്ട് വേണമെങ്കിൽ ഒക്കുള്ളൂ എന്ന് പറഞ്ഞ് ആ അമ്മ വളരെയേറെ താമസിച്ച് രാത്രിയിൽ തന്റെ മകന്റെ ശവശരീരം കാണാൻ പോകുമ്പോൾ കുട്ടി നീലവർണ്ണത്തോടുകൂടി മരിച്ചു കിടക്കുന്നു. മകന്റെ ശവശരീരം കണ്ടിട്ട് ദുഃഖത്തോടുകൂടി വാരിപ്പുണരുന്ന അമ്മ നേരെ ദഹിപ്പിക്കാനായി പോകുമ്പോൾ കുറെ കാപാലികന്മാർ അവരെ പിടിക്കുന്നു. ഇവൾ യക്ഷിയാണ്, കുട്ടിയെ കൊന്നിട്ട് വരികയാണെന്ന് പറയുമ്പോൾ, അല്ല, ഞാൻ ഇവന്റെ അമ്മ മരിച്ചുപോയി, ഇതിനെ ദഹിപ്പിക്കേണ്ടത് എന്റെ ധർമ്മം, ദഹിപ്പിച്ച് കഴിഞ്ഞിട്ട് വന്ന് നിങ്ങൾ എന്നെ എന്ത് വേണമെങ്കിലും ചെയ്തുകൊള്ളൂ എന്ന് പറഞ്ഞ് കുട്ടിയെ എടുത്തുകൊണ്ട് പോയി. അവിടെ ചെല്ലുമ്പോൾ തന്റെ ഭർത്താവാണ് ഭാര്യയാണെന്നൊക്കെ പരസ്പരം ആദ്യം തിരിച്ചറിയാൻ സാധിക്കുന്നില്ല. ദഹിപ്പിക്കണമെങ്കിൽ എന്ത് വേണം? ധനം തരണം. എന്റെ ഈ ധനമില്ല, ഈ കുഞ്ഞിനെ ദഹിപ്പിക്കണം, സാധ്യമല്ല. ഞാൻ ഈ കാവൽക്കാരൻ മാത്രമാണ്. എന്റെ യജമാനനെ ദഹിപ്പിച്ചു കഴിയുമ്പോൾ എന്ത് കൊടുക്കണം? ധനം കൊടുക്കണം. അതുകൊണ്ട് ധനം തന്നേ പറ്റൂ. ഇല്ല എന്ന് പറയുമ്പോ കഴുത്തിൽ കിടക്കുന്ന മാല കണ്ടിട്ട് ഈ ഒരു പെരിങ്കള്ളിയാണല്ലോ, നിന്റെ കഴുത്തിൽ നല്ല സ്വർണ്ണമാലയുണ്ടല്ലോ എന്ന് മനസ്സിലാക്കുമ്പോ തന്റെ ഭർത്താവിന് മാത്രം കാണാൻ സാധിക്കുന്ന തന്റെ വർണ്ണമാല്യം കണ്ടിട്ട് തന്റെ ഭർത്താവാണെന്ന് മനസ്സിലാക്കി തന്റെ കുട്ടിയെ ദഹിപ്പിക്കാനായി അയാൾ കൂടി തയ്യാറാകുമ്പോ ദേവന്മാരൊക്കെ പ്രത്യക്ഷപ്പെട്ട് ഹരിചന്ദ്രന് ശ്രേഷ്ഠമായിട്ടുള്ള ലോകത്തേക്ക്, സ്വർഗലോകത്തേക്ക് പോകാൻ അനുവാദം കൊടുക്കും. അപ്പോഴും ഹരിചന്ദ്രൻ പറയുന്നുണ്ട്, ഞാൻ മാത്രം വരില്ല, എന്റെ പ്രജകളെയും കൂടി കൊണ്ടുപോയാലേ വരൂ. ഇതാണ് ഹരിചന്ദ്രവധ. സത്യം വധ ധർമ്മം ചര. കുറേ ദുഃഖങ്ങൾ അനുഭവിക്കേണ്ടി വരും നമുക്ക്, എന്ത് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ. പക്ഷെ പറയേണ്ടാത്ത സത്യം പറയാനും പാടില്ല. നമ്മൾ പഠിച്ചല്ലോ, പ്രിയം ഭൂയാത് സത്യം ഭൂയാത് അപ്രിയ സത്യം ഭൂയാത്. എന്ത് പറയരുത്? അപ്രിയമായ സത്യം പറയുകയേ ചെയ്യരുത്. ഒരു സത്യം എനിക്കറിയാം, ആ സത്യം പറഞ്ഞാൽ ഒരു വ്യക്തിയോ ഒരു കുടുംബമോ ഒരു രാജ്യമോ നശിച്ചു പോകിൽ എന്ത് ചെയ്യരുത്? ആ സത്യം പറയരുത്, നമുക്ക് ദുഃഖം ഉണ്ടാക്കും. ഇനി എന്താ? പ്രിയമായി പറയുന്നതൊന്നും അസത്യമല്ല. ധർമ്മം പറയുമ്പോൾ എന്തേ പറയാവൂ? സത്യം പറയാവൂ. സജ്ജനങ്ങളെ, ഈ കാലഘട്ടത്തിൽ ഞാൻ നിങ്ങളോട് പറയാം, മൗനം ഏറ്റവും ശ്രേഷ്ഠമായ ഒരു കാര്യമാണ്. ഈ കാലഘട്ടത്തിൽ എന്ത് ചെയ്യരുത്? നിങ്ങൾ ആരെ ഉപദേശിക്കാൻ പോകരുത്, ആരോടും സത്യം പറയാൻ പോകരുത്, ആരോടും നല്ലത് പറയാൻ പോകരുത്. എന്ത് ചെയ്യണം? മൗനം
വിദ്വാനുഭൂഷണം ആദ്യത്തെ വരി ഇവിടെ ഉപയോഗിക്കാം. രണ്ടാമത്തെ വരി നമുക്കുള്ളതല്ല. അറിവില്ലാത്തവർക്ക് ഒരലങ്കാരം, അറിവില്ലാത്തവരല്ല നമ്മൾ. അതുകൊണ്ട് ആദ്യത്തെ വരി നിങ്ങൾ ഉപയോഗിക്കണം. പല സ്ഥലത്തും ഉണ്ടാതിരിക്കലാണ് ശ്രദ്ധ.